വൺ പീസ് മാസത്തിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അതേ വീണ്ടും EBO3 ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഇവിടെ EBO3 ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പറയുന്ന ഊട്ടയുടെ മാംഗയോ നാമിയുടെ SP റോബിൻ്റെ SP ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് തന്നെ ബിഗ് ചേസ് കാർഡ്സ് ഒന്നും കിട്ടിയില്ല. സോ ഈ വട്ടം നമ്മുടെ ലക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഈ വട്ടം നമ്മൾ പറയുന്നത് നമ്മുടെ ചേസ് കാർഡ്സായ ഊട്ടയുടെ മാംഗ കാർഡ്, നാമിയുടെ SP, റോബിൻ്റെ SP, വിവിയുടെ SP, ഫെറോണയുടെ SP, ടഷീഗയുടെ SP, അങ്ങനെ കുറേ അധികം SPs ഉള്ള ഒരു കിഡിലൻ എക്സ്ട്രാ ബൂസ്റ്റർ സെറ്റാണ് EBO3. അപ്പോൾ EBO3 നമുക്ക് ഇന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ചേസ് കാർഡ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളൊരു ബൂസ്റ്റർ ബോക്സിൽ ഒപ്പിച്ച്, ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മുടെ ലക്ക് ട്രൈ ചെയ്യാം. കഴിഞ്ഞ വട്ടം നമുക്ക് നമ്മുടെ ലക്ക് കുഴപ്പമില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഈ വട്ടം നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടെ നല്ലത് കിട്ടുമെന്ന് അറിയാം. കാരണം ഇതിന് ശേഷം ഇനി EBO3 ബൂസ്റ്റർ ബോക്സ് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിത് സീൽഡാക്കി വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല സീൽഡാക്കി വെക്കാൻ. നമുക്ക് നമ്മുടെ ലക്ക് പരീക്ഷിക്കാം, നമുക്ക് ഏതെങ്കിലും നല്ല ഹിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അത് മാത്രമല്ല, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യം ഇവിടെ വാച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുകൂട്ടുള്ള ഫുൾ സീൽഡ് ബൂസ്റ്റർ ബോക്സ് ഓപ്പണിങ്സ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൾമോസ്റ്റ് 5000 സബ്സ്ക്രൈബേഴ്സ് ആയേക്കാണ്. അപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ എൻ്റെ OPO10 സീൽഡ് ഗെയിം ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. സോ എത്രയും പെട്ടെന്ന് 5000 ആവട്ടെ, നമുക്ക് ബോക്സ് ഓപ്പണിങ്ങിലോട്ട് പോകാം. സോ നമുക്ക് ഈ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ഹിറ്റ് ആകട്ടെ നോക്കാം. കമോൺ, ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ് ഗൈസ്, സോ വീണ്ടും EBO3 ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചേസ് കാർഡ്സ് വല്ലതും കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നമ്മുടെ ലക്ക് പരീക്ഷിക്കാം, അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതുവരെയുള്ള EBO3 ബൂസ്റ്റർ ബോക്സ് ഓപ്പണിംഗ് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് ഹിറ്റ് ഓർ മിസ്. ഒന്നെങ്കിൽ നമുക്ക് നല്ല ഹിറ്റ്സ് കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു തേങ്ങയും കിട്ടത്തില്ല. അപ്പം അതാണ് ഇതുവരെയുള്ള ബൂസ്റ്റർ EBO3 എല്ലാവരും ഓപ്പൺ ചെയ്തതിലും ഞാൻ ഓപ്പൺ ചെയ്തതിലും പക്ഷേ എനിക്ക് മനസ്സിലായത്. അതെ, നമുക്ക് നോക്കാം. നമുക്കിന്ന് നമ്മുടെ ലക്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലെന്ന് നോക്കാം. നമ്മളിപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ ലൈവ് വന്നായിരുന്നു. അപ്പോൾ ലൈവ് എന്നോട് ചോദിച്ചായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ചേസ് കാർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് നാമിയുടെ SP കാർഡാണ് എൻ്റെ ചേസ് കാർഡെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു, റെഡ് മാംഗ ലൂഫിനെ വിട്ടോ എന്ന്. റെഡ് മാംഗ ലൂഫിനെ വിട്ടതല്ല, ഈ OP13 ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പം എൻ്റെ ബഡ്ജറ്റിൽ എനിക്ക് നിൽക്കുന്നില്ല OP13 വാങ്ങിക്കാൻ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തേക്കുവാണ്. OP13 പാക്സ് വാങ്ങിക്കുന്നതെന്നും അത്രയേ ഉള്ളൂ. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല, നമുക്ക് ലൂസ് പാക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് കാര്യമില്ല. പക്ഷേ നമുക്ക് ഉടനെ ഒരു റീപ്രിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ റീപ്രിൻറ്റ് സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ നമുക്കൊരു ഹാഫ് കേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഞാൻ. സോ ബേബി 5, വാലന്റീന, എയിൻ, കായ, പാക്കററ്റ്, ക്വീന, മെസർവൻ, കറീന, ഐ നോ പീപ്പിൾ മേ ബിഹൈൻഡ് യു, ക്ലംപെ, ലിലിത്തിന്റെ ബാക്കിൽ ലിനിൻ. സോ ഈ വട്ടം നമ്മുടെ ഫസ്റ്റ് പാക്കിൽ നമുക്ക് ഹിറ്റ്സ് ഒന്നുമില്ല. കഴിഞ്ഞ വട്ടത്തിൽ നമ്മൾ പാക്ക് ഓപ്പണിങ് തുടങ്ങിയപ്പോൾ നമുക്ക് ഫസ്റ്റ് പാക്കിൽ തന്നെ ഹിറ്റായിരുന്നു. ഇതിനകത്തൊന്നും പലരും 4 ഹിറ്റ് ബോക്സസ് ഓപ്പൺ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, 4 ഹിറ്റ് കിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിൽ 4 ഹിറ്റ് ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ആവട്ടെ, നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നായാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ SP കാർഡ് പുള്ളിയതിനു ശേഷം എനിക്ക് നല്ല കാർഡൊന്നും കിട്ടിയില്ല. നിങ്ങൾക്കറിയാം, OP13 ഷാങ്സിൻ്റെ SP പുള്ളിയതിനു ശേഷം ഞാൻ അങ്ങനെ നല്ല പുൾസ് ഒന്നും കിട്ടിയില്ല. അതെൻ്റെ ലാസ്റ്റ് ഫൈനൽ പുള്ളായിരുന്നു എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊരു ഡോൺ പാക്കാണ്. ഇതിന് മുന്നേ നമുക്ക് ഓൾറെഡി നമ്മൾ ബോവയുടെ ഗോൾഡൻ ഡോൺ നമ്മൾ പുൾ ചെയ്തതാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഗോൾഡൻ ഡോൺ കാർഡ് കിട്ടുമോ ഇല്ലയോ ഐ ഡോണ്ട് നോ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഏതായാലും നമ്മൾ എടുക്കും. നമുക്കങ്ങനെ ഇന്നത് കിട്ടിയില്ല എന്ന് നോக்கலாம். ഊട്ടയുടെ ഒരു നോർമൽ ഡോൺ കാർഡ്, നൈസ്, കുഴപ്പമില്ല, ഈസി സ്ട്രെസ്ഡ് ഒന്നുമില്ല. ഇനി നമുക്ക് പാക്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ചേസ് കാർഡ് കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. ഞാൻ പറയും, ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരു മാംഗ കാർഡ് വരെ നമ്മൾ പുള്ളി ചെയ്തിട്ടില്ല. എപ്പോഴും ഒരു സെറ്റ് ഇറങ്ങുമ്പോഴാണ് അതിൽ നിന്ന് മാംഗോ പുള്ളിയാനുള്ള ഏറ്റവും ഹൈ ചാൻസ് വരുന്നത്. റീപ്രിൻ്റ് ഒക്കെ ഇറങ്ങും, ഓബിയസ്ലി എല്ലാ സെറ്റിനെയും സെറ്റ് ഇറങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ റീപ്രിൻസ് ഇറങ്ങും. പക്ഷേ റീപ്രിൻസ് ഇറങ്ങുമ്പോൾ റീപ്രിൻസിൻ്റെ ഹിറ്റ് റേറ്റ്സ് ഭയങ്കര മോശമാണ്. കൊള്ളാം, നമുക്ക് ബോവ ഹാങ്കോക്കിൻ്റെ ഒരു SR കാർഡ് കിട്ടിയിട്ടുണ്ട്, നൈസ്. അതെനിക്ക് എൻ്റെ ഡെക്കിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാർഡാണ്, നൈസ്, കൊള്ളാം. സോ എപ്പോഴും നമ്മൾ റീപ്രിൻറ്റ് നമ്മൾ വാങ്ങിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഹിറ്റ് റേറ്റ് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് തന്നെ സെറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് ഹിറ്റ്സ് മാക്സിമം പുള്ളി ചെയ്യാൻ നോക്കിയാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഭാഗ്യം വേണം നമുക്ക് എന്തെങ്കിലും ഹിറ്റ് കിട്ടണമെങ്കിൽ. കണ്ടില്ലേ, ഇപ്പം ഫസ്റ്റ് ഇതായിട്ട് പോലും നമുക്കൊന്നും കിട്ടുന്നില്ല. എനിവേ, നമുക്ക് ഇനിയും പോകാം. നമ്മൾ ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ പകുതിയോളം നമ്മൾ ബൂസ്റ്റർ പാക്ക് ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ്. ഇനി നമുക്ക് ഈ ബോക്സിന് എന്താ കിട്ടുന്ന നോക്കാം, ഈ പാക്കിന് എന്താ കിട്ടുന്ന നോക്കാം. ബോക്സ് അല്ല, പാക്ക്.
ഓബിയസ്ലി EBO3 കപ്പേ കുജാക്കു റൈജുവിൻ്റെ ഒരു SR കാർഡ്. ഈ SR കാർഡ് കഴിഞ്ഞ വട്ടം എനിക്ക് നമ്മളെ ബോക്സ് ഓപ്പണിംഗ് കൂടെ കിട്ടിയതല്ലായിരുന്നു. സോ എനിവേ ഐ ടേക്ക് ഇറ്റ്. ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് ഏറെക്കുറെ സിമിലർ SR കാർഡ്സ് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമുക്ക് ഒരിക്കലും ഒരേ SR കാർഡ് തന്നെ ഒരു ബൂസ്റ്റർ ബോക്സിന് കിട്ടത്തില്ലെന്ന്. അതാണ് ഇതിനകത്തൊരു വലിയ കോമഡി. ഒരു വട്ടം ഒരു സെയിം SR കാർഡ് ഒരിക്കലും നമുക്ക് ഇതിനകത്തൊന്നും കിട്ടത്തില്ല. കാരണം ഇതിനകത്ത് എല്ലാ SR കാർഡ്സും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പ്ലേയബിൾ കാർഡ്സ് ആണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഷുഗറിൻ്റെ ബാക്കിൽ സ്നേക്ക്. സോ ഇതുവരെ 2 SR കാർഡ് അല്ലാണ്ട് നോ ഹിറ്റ്സ്. ഇതൊരു ഡ്രൈ സ്ട്രീക്കിലാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയില്ല നമുക്ക് എന്തെങ്കിലും ബിഗ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. നമുക്ക് നോക്കാം. എന്തെങ്കിലും ബിഗ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. സോ ഹൂ നോസ്, വി മൈ ബി ഓൺ ടു സംതിങ്. എനിവേ, നിങ്ങളൊക്കെ EBO3 ഓപ്പൺ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹിറ്റ്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. വിവിയുടെ ഒരു ലീഡർ കാർഡ്, നൈസ്. റെബേക്ക, ലിം. ഹിറ്റ്സ് ഒന്നുമില്ല. ഇതൊരു ഡെഡ് ബോക്സ് ആണോ? ഒരു പിടിയില്ലല്ലോ ഗൈസ്. നമുക്ക് ഇതുവരെ ഒരു ഹിറ്റ് പോലും കിട്ടിയില്ല. നമുക്ക് ഇത് കിട്ടിയത് 2 SR കാർഡും ഒരു ലീഡർ കാർഡുമാണ്. ലീഡർ കാർഡ് എൻ്റെ ഒരു 100 എണ്ണം ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ സൺഡേ ഹീറോയിൻസ് എഡിഷൻ്റെ ലോക്കൽ ഹീറോയിൻസ് എഡിഷൻ ഇറങ്ങി കാരണം അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ പിന്നെ വിവിയുടെ ലീഡർ കാർഡ് കൊള്ളാം. ഹീറോയിൻസ് എഡിഷൻ്റെ ഹീറോയിൻസ് എഡിഷൻ ഇറങ്ങിയത് കാരണം അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ടൂർണമെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അത് സൺഡേ ആണ്. അത് ഓൾ ഹീറോയിൻസ് ലീഡേഴ്സ് മാത്രം. ഇതിൽ യൂസ് ചെയ്യുന്ന ലീഡേഴ്സ് മൊത്തം ഹീറോയിൻസ് ആയിക്കണം എന്ന് നിർബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ ചോദിച്ചു ഈമുവിനെ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഫീമെയിൽ ഹീറോയിൻസ് എന്ന് പറഞ്ഞ് ഒന്നെങ്കിൽ ഫീമെയിൽസ് അയക്കണം അല്ലെങ്കിൽ ഹീറോയിൻസ് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈമുവിനെ പറ്റത്തില്ലെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് ഈമുവിനെ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഈമു എന്താ പെണ്ണല്ലേ? എൻ്റെ ഡൗട്ടാണ്, എനിക്കറിയാൻ മേല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് മെൻഷൻ ചെയ്യും. ഞാൻ ചോദിച്ചു, കാരണം ഞാനിപ്പോൾ ഈമുവിൻ്റെ ഡെക്കാണ് യൂസ് ചെയ്യുന്നത്. ഈമു തീർച്ചയായിട്ടും ഒരു ഫീമെയിൽ ആണല്ലോ. അതാണ് എൻ്റെ തീർച്ചയായിട്ടും ഫീമെയിൽ ആണല്ലോ. അല്ലെങ്കിൽ ജെൻഡർ ബയാസ്ഡ് ഒന്നും അല്ലെങ്കിൽ ആണല്ല പെണ്ണല്ലെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെ അവന്മാരെന്താണ് ഈ കോപ്പിയുടെ നിയമം കൊണ്ടൊക്കെ വരുന്നത്? ഈമു ആയിരുന്നെങ്കിൽ എനിക്ക് കളിക്കാനും ഇച്ചിരി എളുപ്പമായിരുന്നു. ഇനിയിപ്പോൾ പുതിയൊരു ഡെക്ക് ഉണ്ടാക്കി പുതിയ ഡെക്ക് പാടിച്ച് അത് വെച്ച് ഞാൻ കളിച്ചൊക്കെ വരുമ്പോഴേക്കും തീർന്നു. എൻ്റെ മോനെ, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ഫുൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒറ്റ ഹിറ്റിലാകെ 2 SR കാർഡ് മാത്രമാണ് കിട്ടിയത്. ഇതെന്താണ് ഹിറ്റില്ലാത്ത ബോക്സോ? അതോ ഇതിനകത്ത് ഹിറ്റ് മൊത്തം ലെഫ്റ്റ് സൈഡിലാണോ? അവിടെ റൈറ്റ് സൈഡ് തീർന്നു കേട്ടോ. റൈറ്റ് സൈഡിലെ ബോക്സ് പാക്ക് മൊത്തം തീർന്നു. നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ആകെ 2 SR കാർഡാണ് കിട്ടിയത്. ഇനിയിപ്പം ഇതും കൂടെ കിട്ടി. ഇതിനകത്തും ഹിറ്റൊന്നും ഇല്ലെങ്കിൽ ഹിറ്റില്ല, അത്രേ ഉള്ളൂ. എയിൻ, ബേബി 5, അൽവിദ, കാമി, നിക്കോ റോബിൻ, ഇയോറി, താങ്ക്സ് ഫോർ ട്രീറ്റ്, ക്വീന, സാര, EBO3 ഓൾട്ട് SCC കാർഡ്. ഓക്കെ, നൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹീറ്റ് എന്ന് പറയുമ്പോഴേക്കും ഊട്ടയുടെ ഈ SCC കാർഡാണ് നമ്മുടെ ഫസ്റ്റ് ഹീറ്റ് ഓഫ് ദി ഡേ. നൈസ്. പിടിക്കട്ടെ. നമുക്ക് ഈ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒറ്റ ഹിറ്റായിട്ടേക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഹിറ്റ്സാണ് ചോദിച്ചേക്കുന്നത്. ഒരു SCC ഓൾട്ട് SCCയും പിന്നെ 2 SR കാർഡും. ഇനിയിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് പോവുകയാണ്. റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് നമ്മുടെ ലക്ക് മാറുമോ ഇല്ലയോ? നമുക്ക് വെറും 2 ഹിറ്റ് കിട്ടി നമ്മൾ ഇതൊരു ഡെഡ് ബോക്സായി മാറുമോ? എനിക്കറിയില്ല. നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് ഈ ബൂസ്റ്റർ ബോക്സൊക്കെ ഒപ്പിക്കുന്നത്. ഭയങ്കര പാടാണ് ഈ ബൂസ്റ്റർ ബോക്സ് വാങ്ങിക്കാനും ഓപ്പൺ ചെയ്യാനും ഒക്കെ. ഇപ്പോൾ കാരണം പ്രൈസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എയറിലാണ്. പ്രത്യേകിച്ച് EBO3 ഒക്കെ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം സെറ്റ് റിലീസായിട്ട് വരും നാട്ടിൽ 30,000 രൂപയൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ. ലൈക്ക് സാധാരണക്കാർക്ക് അതൊക്കെ വാങ്ങിച്ച് ഓപ്പൺ ചെയ്യണ്ടേ? അവന്മാർക്ക് അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം ഇറ്റ്സ് ഓൾ അബൌട്ട് ബിസിനസ്. സോ ഞാൻ പിന്നെ ഇവിടെ പ്ലെയർ ആയതുകൊണ്ടും നമുക്ക് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ടും നമുക്ക് ആ രീതിയിൽ കാർഡ്സ് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഇതുവരെ ഈ ബോക്സ് ഒരു പക്കാ ഡെഡ് ബോക്സ്. എനിക്ക് ഒന്നും പറയാനില്ല. എൻ്റെ അപ്പോൾ ഇനിയും ഇതുകൂട്ടുള്ള ഡെഡ് ബോക്സുകൾ ഓപ്പണിങ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിങ്ങനെ ഡെഡ് ബോക്സ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലുമൊക്കെ വഴിക്കെത്തും നമ്മൾ. ക്വീന, സ്റ്റെസി, വിവിയുടെ ഒരു ഇതിലും കാർഡ്. നൈസ്. ഇതെനിക്ക് എൻ്റെ ഡെക്കിൽ വേണമായിരുന്നു. അത് കാര്യമായി ഒരെണ്ണമെങ്കിലും കിട്ടിയല്ലോ ആവശ്യത്തിന്. അപ്പോൾ 3 SR കാർഡ്. അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി. നമ്മുടെ ഡാഷ് പാക്ക് ഓപ്പൺ ചെയ്തില്ല കേട്ടോ. സോറി ഗൈസ്. അപ്പോൾ നമുക്ക് ഡാഷ് പാക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ഡാഷ് പാക്കിൽ നിന്ന് ആരെ കിട്ടും നോക്കാം. കഴിഞ്ഞ വട്ടം നമുക്ക് ഡാഷ് പാക്കിൽ നിന്ന് വിവിനെ കിട്ടിയായിരുന്നു. അതൊരു ലക്കായിരുന്നു. ഇതിനകത്ത് ഏറ്റവും എക്സ്പെൻസീവ് കാർഡ് എന്ന് പറയുമ്പോൾ വിവിയുടെ കാർഡ്. നമുക്ക് അത് തന്നെ ഡാഷ് പാക്കിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ വട്ടത്തെ ഡാഷ് പാക്കിൽ നിന്ന് എന്തോ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടല്ല. വിവിനെ തന്നെ കിട്ടുവാണെങ്കിൽ നൈസ്. ഓ, കോവാലയുടെ ഒരു OPO5 കോവാലയുടെ SR കാർഡ്. നൈസ്, കൊള്ളാം. അത്യാവശ്യം ഒരു മെനുള്ള കാർഡ്.
ഇത് നമുക്കത്ര ലക്കുള്ള ദിവസമെല്ലാം തോന്നുന്നു കേട്ടോ. ഡാഷ് ബാക്കിൽ നമുക്കൊന്നും കിട്ടിയില്ല. സോ ഇതുവരെ നമ്മൾ കുറേ പാക്സ് ഓപ്പൺ ചെയ്തു. നമുക്ക് 3 SR കാർഡും ഒറ്റ SCC കാർഡും മാത്രമാണ് കിട്ടിയത്. ഇനി ബാക്കി ആ സൈഡ് മൊത്തം ഹിറ്റ്സ് ആയാൽ മാത്രമേ നമ്മൾ ഈ മുടക്കിയ പൈസക്കകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ളൂ. ഇല്ലെങ്കിൽ വൻ നഷ്ടം, സത്യം പറയാലോ. ഇതൊരു ഡെഡ് ബോക്സ് ആക്കി ഞാൻ കൺസിഡർ ചെയ്ത് അങ്ങ് ഷാർലറ്റ് ഒന്നുമില്ല എൻ്റെ കുഞ്ഞ്. ഇത് മാപ്ഡ് ഒന്നുമല്ല, നിങ്ങളാരും പേടിക്കേണ്ട. ഹിറ്റ് എടുത്തിട്ട് എനിക്ക് തന്നെയൊന്നുമല്ല. കാരണം എൻ്റെ മുന്നിൽ വെച്ചാണ് കടയുടെ ഓണർ സീൽഡ് കേസ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കണം ഇതൊരു വൃത്തിയായിട്ട ബോക്സ് കിട്ടിയത്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പം അമ്മമാർ ഹിറ്റ് എടുത്ത് തന്നെയൊന്നുമല്ല. അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല. കാരണം അമ്മമാർ അങ്ങനെയുള്ള ആൾക്കാരല്ല. ഇൻ കേസ് ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാമെങ്കിൽ ഇത് എൻ്റെ മുന്നിൽ വെച്ചാണ് കേസ് ഓപ്പൺ ചെയ്യുന്നത്. ഒരു റാൻഡം ഒരു ബോക്സിങ് എടുത്ത് തന്നത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഭാഗ്യപരീക്ഷണമാണല്ലോ ഇതെല്ലാം. തീർച്ചയായിട്ടും ഇനിയൊരു 5-6 പാക്ക് കൂടെ ബാക്കിയുള്ളൂ. എൻ്റെ പൊന്നെ കുറേ നാളിന് ശേഷം കേട്ടോ ഒരു ബൂസ്റ്റർ ബോക്സിങ് ഓപ്പൺ ചെയ്തിട്ട് ഹിറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇത്രയും അങ്ങ് നമുക്ക് കുറച്ച് നാളായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ലക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ഫെബ്രുവരി ഐ തിങ്ക് വി ഹാവ് യൂസ്ഡ് അപ്പ് ഓൾ അവർ ലക്ക്. അതാണ് എനിക്ക് തോന്നുന്നത്. റെബേക്ക ഊട്ടയുടെ SR കാർഡ് നൈസ്. ഇന്ന് ഞാൻ പിന്നെ സ്പീഡ് റഷ് ചെയ്യുവാണ്. പടപടയെന്നും പറഞ്ഞ് ഞാൻ പാക്കെല്ലാം ഓപ്പൺ ചെയ്യുവാണ്. നമുക്ക് വെറുതെ സമയം കളയണ്ട. ഒരു ഗോൾഡൻ ഡോണെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കഴിഞ്ഞ വട്ടം നമുക്ക് ഗോൾഡൻ ഡോൺ കിട്ടിയതാണ്. ഗോൾഡൻ ഡോൺ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നോർമൽ ഡോൺ കാർഡ് കിട്ടിയാലും ഒരു പ്ലേ സെറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ. ഓട്ടമ ഹിബാരി നൈസ്. ബോവയുടെ ഒരു നോർമൽ ഡോൺ കാർഡ്. കഴിഞ്ഞ വട്ടം ഈ ബോവയുടെ തന്നെ നമുക്ക് ഗോൾഡൻ ഡോൺ ആണ് നമുക്ക് അടിച്ചത്. ഓൾമോസ്റ്റ് നമ്മുടെ ബോക്സ് തീരാറായി. ഇതുവരെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹിറ്റ് കിട്ടിയില്ല. നമ്മുടെ SP കാർഡ് കിട്ടിയിട്ടില്ല. നമ്മുടെ മാംഗോ കാർഡ് കിട്ടിയിട്ടില്ല. സോ ഇങ്ങനെ കുറേ ഹിറ്റ്സ് ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന സെറ്റിലെ ഹിറ്റ് വല്ലതും ഇനിയും ഉണ്ടോ, ലാസ്റ്റ് പാക്ക് മാജിക് ഉണ്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മാജിക്ക് നമ്മൾ കാണാൻ പോകുന്നത്. എനിക്കറിയില്ല. നമുക്ക് നോക്കാം, ശ്രമിക്കാം. കിട്ടി പോയാൽ പോയി. നാമി ചാൻ ഇല്ല. നാമി അപ്പോൾ ഈ പാക്കിൽ വല്ലായിരുന്നു. ഇനി ഞാനിപ്പോൾ എടുത്ത പാക്കുകൂടെ കൂട്ടി 4 പാക്കുകൂടെ ബാക്കിയുള്ളൂ. ഈ 4 പാക്കിൽ നിന്ന് നമുക്ക് ഹിറ്റ് കിട്ടിയില്ലെങ്കിൽ വി ആർ ഡൂംഡ്. സത്തറാമവനെ എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് ബ്ലാക്ക് മരിയ, ബക്കറ്റ്, വാൻഡ, റൂലി, സ്മൂത്തി, ക്വീന, ഇസുക്കു, നിക്കോ റോബിൻ. അതൊരു കാര്യം. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു SR കാർഡാണ് ഈ നിക്കോ റോബിൻ്റെ. ഇപ്പം ഞാൻ പുൾ ചെയ്തത് അത് 2000 രൂപയോളം വാല്യൂ ഉണ്ട്. അത്രയും വാല്യൂ ഉള്ള SR കാർഡൊക്കെ നമുക്ക് കിട്ടാൻ പാടാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കിട്ടിയെന്നെങ്കിലും പറയാം, ആശ്വസിക്കാം. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇനി ഇതിൽ നിന്ന് ഹിറ്റ്സ് ഒന്നും കിട്ടുമെന്ന്. ഇതൊരു ഡെഡ് ബോക്സ് ആയിട്ട് ഞാനങ്ങ് പ്രഖ്യാപിക്കുകയാണ്. 2 ഒരു SCC. എന്താണ് ഇതാണ് ഈ സെറ്റ്, ഇതിലെ ഹിറ്റ്. നന്നായി. സോ നമ്മൾ നൈസായിട്ട് മൂഞ്ചി ഗൈസ്. നമുക്ക് ഒരു ഓൾഡ് SCCയും ഒരു SCC കാർഡ് മാത്രമാണ് കിട്ടിയത്. അപ്പം തീർന്നു തോന്നുന്നു, നമ്മുടെ ഹിറ്റ് തീർന്നു. ഇനി 2 പാക്കോടെ ബാക്കിയുള്ളൂ. ആ പാക്കിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും വേണ്ട. ഡെഡ് ചത്തു, തീർന്നു, മരിച്ചു. നമുക്ക് ടുഡേ ഈസ് നോട്ട് അവർ ഡേ. നമ്മുടെ ദിവസമല്ല. പക്ഷേ ഇനിയും ഇതുകൊണ്ടൊന്നും നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഇനിയും ഇതുകൊണ്ടുള്ള ബൂസ്റ്റർ ബോക്സസ് ഓപ്പൺ ചെയ്യും. മാക്സിമം എന്തോരം നമുക്ക് ഹിറ്റ് പുൾ ചെയ്യാൻ പറ്റും, ഹിറ്റ് എല്ലാം പുൾ ചെയ്യാൻ ശ്രമിക്കും. സോ ഇതിലും നമുക്ക് ഹിറ്റൊന്നുമില്ല. ആൻഡ് ലാസ്റ്റ് പാക്ക്, ദിസ് ഈസ് അവർ ലാസ്റ്റ് പാക്ക്. ബോക്സ് തീർന്നു. സോ ഈ പാക്കിൽ നിന്ന് ഹിറ്റൊന്നും ഇല്ലെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, വി ആർ ഡൺ. EBO 3യുടെ ബോക്സ് ഓപ്പണിങ് ഇവിടെ ഞാൻ റദ്ദാക്കുകയാണ്. സോ ഇത് ലാസ്റ്റ് പാക്കായതുകൊണ്ട് നമുക്ക് സ്ലോ റൺ ചെയ്യാം, പെതുക്കെ ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും ഹിറ്റ് കിട്ടട്ടെ. അൽവിദ, ഷാർലറ്റ് ബ്രൂലി, എയിൻ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇതൊരു ഡെഡ് പാക്ക് ആവാനാണ് ചാൻസ്. വിയോള, ദേർ യു ആർ സോ ലൂസർ. അതെന്തോ എന്നെ പറഞ്ഞതാണോ എന്നൊരു സംശയം. വല്ലാണ്ട് ഫീൽ ചെയ്തു. ഷാർലറ്റ് സ്മൂതി, താങ്ക്സ് ഫോർ ദ ട്രീറ്റ്. നിക്കോ റോബിൻ, ഹിയോറി, ജ്വല്ലറി ബോണി. സോ നമുക്ക് ഹിറ്റ് ഉണ്ടെങ്കിൽ ഈ കാർഡിൻ്റെ ബാക്കിലാണ്. നമ്മുടെ ലാസ്റ്റ് പാക്ക് മാജിക് ആണോ, നമുക്ക് ഹിറ്റ് ഉണ്ടോ, മാംഗോ ഉണ്ടോ, SP ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാക്കിൻ്റെ ബാക്കിലായിരിക്കും. ഈ പാക്കിൻ്റെ ബാക്കിലില്ലെങ്കിൽ ഒരു തേങ്ങയില്ല. സോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്തു. അതിനുള്ള നമ്മുടെ ഹിറ്റ്സ് മൊത്തം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് നിക്കോ റോബിൻ്റെ ഒരു SR കാർഡ് കിട്ടി. ഊട്ടയുടെ ഒരു SR കാർഡ് കിട്ടി.
കോളയുടെ ഒരു SR കാർഡ് കിട്ടി, വിയുടെ ഒരു SR കാർഡ് കിട്ടി, നൈസ്. റൈജുവിൻ്റെ ഒരു SR കാർഡ് കിട്ടി, പോവ ഹാൻകോക്കിൻ്റെ SR കാർഡ് കിട്ടി. ആൻഡ് നമ്മുടെ അത്യാവശ്യം ഹിറ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊരു എനർജി ഒരു കേട്ടോ. ഞാൻ ഇച്ചിരിയെങ്കിലും നല്ലൊരു കാർഡും ഹിറ്റും പ്രതീക്ഷിച്ചാണ്, പക്ഷെ നമുക്ക് കിട്ടിയതെല്ലാം ഫ്ലോപ്പ് കാർഡുകളായിരുന്നു. കോവാളയുടെ റെവല്യൂഷൻ ആർമിയിലെ ഒരു നല്ല SR കാർഡ്, അത് എന്തോ ദൈവത്തറിയാം. ട്രഫാഗർ ലോയുടെ EBO3 SCC കാർഡ്. അപ്പോൾ ഇതിന് വാല്യൂ ഉണ്ടോ ഐ എം നോട്ട് ഷുവർ. ഉണ്ടെങ്കിൽ ഇന്നലെ തീർച്ചയായിട്ടും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഊട്ടയുടെ ഓൾട്ട് SCC കാർഡ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് കിട്ടിയ ഹിറ്റ്സ്. സോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച കൂട്ട് നമുക്ക് വലിയ ഹിറ്റ്സ് ഒന്നും കിട്ടിയ ഒരു ദിവസമല്ല, ബട്ട് വിൽ ബി ബാക്ക്. ഇന്നത്തെ ഈ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇനി ഒരു ബൂസ്റ്റർ ബോക്സ് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും. അതിൽ നമ്മുടെ മെയിൻ ചേസ് കാർഡ് അല്ലെങ്കിൽ നമ്മൾ മാംഗോ അല്ലെങ്കിൽ SP നമ്മൾ പുൾ ചെയ്തിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.